ഹലോ, ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ടു ബിയ ദി എക്സ്പ്ലോറർ. നമുക്കിന്ന് മേരിലാൻഡിലുള്ള പൊട്ടോമാക്കിലെ ഗ്രേറ്റ് ഫോൾസ് പാർക്ക് കാണാൻ പോവാം. ഇത് ചെസപീക്ക് ആൻഡ് ഒഹായോ കനാൽ നാഷണൽ ഹിസ്റ്റോറിക്കൽ പാർക്കിന്റെ ഒരു ഭാഗമാണ്. തലോടും താനേ കഥ തുടരും മിഴിയോരം നനയുകയോ മനമെങ്ങോ ഒഴുകുകയോ. സ്വന്തമായിട്ട് ഗാനമേളയൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ ഈ ഹാഫ് ആൻ അവർ ഡ്രൈവ് ചെയ്ത് പാർക്കിലെത്തിയത്. താങ്ക് യു സിസ്റ്റർ. എൻ്റെ സിസ്റ്റർ ഇവിടെ US ആർമിയിലായതുകൊണ്ട് തന്നെ അവർക്ക് ഇതുപോലെ ഒരു കാർഡ് കാണും. ഇതൊരു ആനുവൽ പാസ്സാണ്. അതായത് ഇവർക്ക് ഇങ്ങനത്തെ ഒരുപാട് ഇടങ്ങളിൽ ഫ്രീ എൻട്രി അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് എൻട്രി ഫീ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പാർക്കിൽ എൻ്റർ ചെയ്യാൻ ഫ്രീ ആയിരുന്നു. സർപ്രൈസ് ആയിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. കാരണം എനിക്ക് വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം വേർഡ്സ് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ഒരു നാച്ചുറൽ ബ്യൂട്ടി ആയിരുന്നു ഈ പാർക്കിനുണ്ടായിരുന്നതും ഞാൻ റിയലായിട്ടും എക്സ്പീരിയൻസ് ചെയ്തതും. അവിടെ എത്തിയപ്പോഴും തന്നെ ഞാൻ ഫുൾ ഓൺ എനർജി ആയി. ഇങ്ങനെ കൈയൊക്കെ വീശി നടക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എല്ലാവർക്കും. അവിടെ ഇങ്ങനെ നമുക്ക് കുറേ നേരം നടക്കാം. നടന്നു പോകുമ്പോൾ ഗ്രേറ്റ് ഫോൾസ് ഓവർലുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിരിക്കും. ആ ഒരു ഡീവിയേഷൻ എടുത്ത് നടക്കുമ്പോൾ ഓരോ 15 മിനിറ്റ്സിലും ഇതുപോലൊരു വാട്ടർഫോൾ വരും. ഇതിനൊരു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല, ഭയങ്കര ഫോഴ്സിൽ പക്ഷേ വെള്ളം ഒഴുകുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വുഡൻ ബ്രിഡ്ജസ് കാണും, അതുവഴി വേണം നമുക്ക് നടക്കാൻ. എൻ്റെ അതേ വട്ടമുള്ള ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ട്രെയിനൊക്കെ ഓടിച്ച് നടന്നു. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടല് നിറയെ കൈകളുള്ള ഭീകര സത്വമായി സുഭദ്ര. 6 കാലും 6 കൈയുമുള്ള ഭീകര സത്വങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ എൻ്റെ ഇമാജിനേഷനാണ് നിങ്ങൾ കേട്ടത്. അങ്ങനെ നടന്നു പോകുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊച്ചു കൊച്ചു അരുവികൾ ഒഴുകുന്നുണ്ട്. പക്ഷേ ഫൈനലി ഞങ്ങളൊരു സ്ഥലത്തെത്തിപ്പെട്ടു. അതായിരുന്നു ഗ്രേറ്റ് ഫോൾ എന്ന് പറയുന്ന ആ ഒരു അമേസിങ് പ്ലേസ്. ഈ ഒരു സ്ഥലത്തിന് ഗ്രേറ്റ് ഫോൾ എന്നല്ലാതെ വേറൊരു പേരിടാനും പറ്റത്തില്ല, കാരണം അത്രയും ഗ്രേറ്റ് ആയിട്ടൊരു സ്ഥലമായിരുന്നു. നമ്മൾ ഈ കാട്ടിൽ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഇതുപോലെ ഒരു സ്ഥലം കാണാൻ പറ്റും എന്നുള്ളത്. ഒരിക്കലും ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് ഈ ഒരു പ്ലേസ് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. ഇതൊരു ഡ്രൈവ് ചെയ്ത് വന്ന് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഓൺ ദ വേയിൽ ഒരു ഇന്ത്യൻ സ്റ്റോറി കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.